തിരുവനന്തപുരം നന്ദൻകോട് സ്വരാജ് ഭവനിൽ തീപിടുത്തം. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. 2 കാറുകൾ കത്തിനശിച്ചു. റോഷിബാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിബാൽ, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് വ്യക്തമായിട്ടുണ്ടോ? തീപിടുത്തമുണ്ടായതിന്റെ കാരണം വ്യക്തമല്ല. ഈ 2 വാഹനങ്ങളാണ് സ്വരാജ് ഭവനിലെ തീപിടുത്തത്തിൽ കത്തിനശിച്ചത്. അത് ഒരു വാഹനം അത് നേരത്തെ കേടുപാട് വന്നതാണ്, കണ്ടം ചെയ്ത വാഹനമാണ്. ഒന്ന് പുതിയ വാഹനമാണ്, ഡയറക്ടറേറ്റിലേക്ക് വാഹനം. ഈ 2ഉം കത്തിനശിച്ചു. 5 മണിയോടെയാണ് തീപിടുത്തം പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. 3 ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഈ തീ അണച്ചത്. ഏതായാലും ഇത് പാർക്കിംഗ് ഏരിയയാണ്. ഈ സ്വരാജ് ഭവന്റെ ഗ്രൗണ്ട് ഏരിയയുള്ള പാർക്കിംഗ് ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. വാഹനങ്ങൾക്കാണ് തീപിടുത്തം. മറ്റ് എവിടെയും തീപിടിച്ചതായി കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. അതിൽ വ്യക്തത എന്തായാലും ഇല്ല. 2 വാഹനങ്ങളിൽ 2ഉം ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ തന്നെയാണ് ഉള്ളത്. പരിസരവാസികൾ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയുമാണ് ചെയ്തത്. ഇത് ഇവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വേസ്റ്റ് ഉൾപ്പെടെ ഈ ഭാഗത്താണ്, ഈ പാർക്കിംഗ് ഏരിയയിലാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. ഇതിൽ ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള ഇതിലുള്ള അട്ടിമറി സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഇത് സംബന്ധിച്ച് ഇലക്ട്രിക് വിഭാഗം അടക്കം വരും അതിൽ വ്യക്തമായ ഒരു പരിശോധന നടത്താൻ വേണ്ടി. കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു വയറോ അതുപോലെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളോ ഇല്ല ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്ത്. കാരണം പാർക്കിംഗ് ഏരിയ മാത്രമാണ്. പാർക്കിംഗ് ഏരിയ ഇത് സ്വരാജ് ഭവന്റെ തൊട്ടിപ്പുറത്ത് ഒക്കെ താമസ സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ പുറത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട്. കാരണം പുറത്തുനിന്ന് ആളുകൾക്ക് കടക്കാൻ പാകത്തിലുള്ള മതിലുകളാണ്. അപ്പൊ ആ തരത്തിലുള്ള അട്ടിമറി സാധ്യത കൂടെ ഏതായാലും പോലീസ് പരിശോധിക്കും. ഇതിലൊരു ഷോർട്ട് സർക്യൂട്ട് സാധ്യത കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സമീപമുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം നടക്കുന്നില്ലേ? തീർച്ചയായും ആ സാധ്യത, ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യതയും സ്വാഭാവികമായും ഫയർഫോഴ്സ് സംഘം പരിശോധിക്കും. 2 സാധ്യതകളും പരിശോധിക്കും. കാരണം ഈ പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ട്. കാരണം ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ കൃത്യമായി ഉണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളുണ്ട്, അത് പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തീപിടുത്തമുണ്ടായ അപ്പോൾ തന്നെ അത് പ്രവർത്തിക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ ഇത് അട്ടിമറിയാണോ, ആരെങ്കിലും തീ കൊളുത്തിയതാണോ എന്നടക്കമുള്ള പരിശോധനകൾ, ശാസ്ത്രീയ പരിശോധനകൾ നടക്കും. അതിനൊപ്പം ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യതയും പരിശോധിക്കും. ഇതിന് മുകളിലൂടെ ചില ഇലക്ട്രിക് വയറുകൾ പോകുന്നുണ്ട്. അതാണോ, അതിൽ ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണോ ഈ തീപിടുത്തത്തിന്റെ കാരണമെന്നതും പരിശോധിക്കും. പുലർച്ചെ 5 മണിക്കാണ് തീപിടുത്തം ഉണ്ടായത്. റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത്.